ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് സോഹോ ബുക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ കമ്പനി ക്രിയേഷനും ഓപ്പണിംഗ് ബാലൻസും സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനും ഒക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോഹോയിലെ പർച്ചേസ് മൊഡ്യൂളാണ്. ഓക്കെ, നമ്മൾ ഐറ്റം മൊഡ്യൂൾ കഴിഞ്ഞു. നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണ് പർച്ചേസ് മൊഡ്യൂൾ. പർച്ചേസ് മൊഡ്യൂൾ എടുത്തു കഴിയുമ്പോൾ തന്നെ അതിനണ്ടറിൽ ഒരുപാട് സബ് മൊഡ്യൂൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. വെൻഡേഴ്സ്, എക്സ്പെൻസ്, റിക്കറിങ്, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെന്റ് മൊഡ്യൂൾസിലുണ്ട്. അപ്പൊ ഇത് മുഴുവനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെൻഡേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് നമ്മുടെ സൺഡ്രി ക്രെഡിറ്റേഴ്സിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ആസ് യൂഷ്വൽ നമ്മൾ ഐറ്റം ക്രിയേഷൻ ചെയ്തതുപോലെ വെൻഡേഴ്സിനോട് ചേർന്ന് തന്നെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ല എങ്കിൽ ആഡ് ന്യൂ കൊടുക്കുക. ഓക്കെ, വെൻഡേഴ്സിനോട് ചേർന്നിട്ട് ഒന്നെങ്കിൽ പ്ലസ് സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ആഡ് ന്യൂ കൊടുത്തിട്ട് വെൻഡേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ആഡ് ന്യൂ കൊടുക്കുകയാണ്. ഇതാണ് വെൻഡർ ക്രിയേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വെൻഡർ ക്രിയേഷൻ സ്ക്രീൻ. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന വെൻഡറിന്റെ GST നമ്പർ, വെൻഡറുടെ GST നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വെൻഡർ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടേക്ക് ഫില്ലായിട്ട് വരും. ഓക്കെ, ഇതോടെ പറയാം. വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ GST നമ്പർ നമുക്ക് അറിയാമെങ്കിൽ ആ GST നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെൻഡർ ഡീറ്റെയിൽസ് ഇവിടേക്ക് ഫില്ലായിട്ട് വരും. നമ്മളായിട്ട് മാനുവലി എൻറ്റർ ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അവർ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഡാറ്റ എല്ലാം ഫില്ലായിട്ട് വരും. സോഹോ ബുക്സിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും. ടാലിയിലൊന്നും ഐ തിങ്ക് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ആണ് നമുക്ക് വെൻഡറെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ട്രേഡേഴ്സിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നതിൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ബേസിക് കമ്പനി ഡീറ്റെയിൽസിൽ വെൻഡർ കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനകത്ത് വെൻഡർ കോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ വെൻഡറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു വെൻഡർ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കൊരു പുതിയൊരു വെൻഡറെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വെൻഡറുടെ ഇവിടെ ചോദിക്കുന്നത് പ്രൈമറി കോണ്ടാക്ട് ആണ്. അതായത് ആ ഒരു കമ്പനിയിൽ നമ്മൾ മെയിൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും. അപ്പൊ ആ ഒരു പേഴ്സന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ ഇവിടെ പ്രൈമറി പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മൾ എപ്പോഴും പ്രൈമറി കോണ്ടാക്ട് ചെയ്യുന്നത് മിസ് ശിഖ നായർ എന്ന് പറയുന്ന ഒരാളെയാണ്. അതായത് സെയിൽസ് ഡയറക്ടറാണ്. അപ്പൊ അവരെയാണ് നമ്മളിവിടെ പ്രൈമറി കോണ്ടാക്ട് കൊടുക്കുന്നത്. ഇവിടെ മിസ് ശിഖ നായർ. ഓക്കെ, മിസ് ശിഖ നായർന്ന് പേര് കൊടുക്കും. ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കമ്പനിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുക്കാം പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, കമ്പനിയുടെ പേര് കൊടുത്തു പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്തത് ഒരു റെഡ് മാർക്ക് ആണ് ഉള്ളത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റെഡ് മാർക്ക് ഉദ്ദേശിക്കുന്നത് അത് മാൻഡേറ്ററി ഫീൽഡ് ആണ്. പ്രൈമറി കോണ്ടാക്റ്റും കമ്പനി നെയിമും നമ്മൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അറിയാമെങ്കിൽ മാത്രം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഡിസ്പ്ലേ നെയിം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിടണം. അതായത് നമ്മൾ ഈ ഡിസ്പ്ലേ നെയിം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് ബില്ലുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും ഏത് പേരാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അതാണ് ഡിസ്പ്ലേ നെയിം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ നമുക്ക് അവിടെ കമ്പനിയുടെ പേരാണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതെങ്കിൽ നമ്മൾ കമ്പനിയുടെ പേര് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഈ മുകളിൽ ടൈപ്പ് ചെയ്ത പ്രൈമറി കോണ്ടാക്ട് നെയിം കമ്പനി നെയിമിനനുസരിച്ച് ഡിസ്പ്ലേ നെയിം ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, കമ്പനിയുടെ നെയിം സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്തു. അടുത്തത് ഇമെയിൽ അഡ്രസ് ആണ്. ഇമെയിൽ അഡ്രസ് നമുക്ക് അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമെയിൽ അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ മെയിലിലേക്ക് ബില്ല് അയച്ചു കൊടുക്കാനായിട്ടൊക്കെ പറ്റും.
അപ്പൊ അതുകൊണ്ട് ഇമെയിൽ അഡ്രസ് അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമ്പനിയുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെണ്ടർ ലാംഗ്വേജ് കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഈ ഒരു ഫീൽഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മെയിൻ കാര്യം ഏതാ? ഡിസ്പ്ലേ നെയിം ആണ്, അത് നിർബന്ധമായിട്ട് കൊടുക്കണം. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്. നമുക്ക് അറിയാവുന്ന ഡാറ്റ വെച്ച് അറിയാവുന്ന കോളംസ് ഒക്കെ ഫില്ല് ചെയ്യാം. ബാക്കി ബ്ലാങ്ക് ആയിട്ട് കിടന്നാലും വലിയ കുഴപ്പമില്ല വെണ്ടർ ക്രിയേറ്റ് ചെയ്ത സമയത്ത്. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോൾ കുറെ ഹെഡിങ്സുകൾ കാണുന്നുണ്ട് അല്ലെ? അതർ ഡീറ്റെയിൽസ് ഉണ്ട്, അഡ്രസ് ഉണ്ട്, കോൺടാക്ട് പേഴ്സൺ, അങ്ങനെ ഓരോരോ ഹെഡിങ് ഉണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം അതർ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മളിവിടെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ. ഇനി ഈ അതർ ഡീറ്റെയിൽസിനാണ് നമ്മൾ ആൾ GST രജിസ്റ്റേർഡ് ആണോ എന്നുള്ള GST നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിലേക്ക് നോക്കുമ്പോൾ അവർ GST രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് അവരുടെ GST നമ്പറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ GST ട്രീറ്റ്മെന്റിന് അവിടെ രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവർ GST രജിസ്റ്റേർഡ് ആയതുകൊണ്ട് രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അവരുടെ GST നമ്പർ ഞാൻ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. GST നമ്പർ പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക്കലി സോഴ്സ് ഓഫ് സപ്ലൈ പാൻ നമ്പറും വന്നിട്ടുണ്ട്. അല്ലെ, ഈ GST നമ്പറിനകത്ത് സോഴ്സ് നമ്മുടെ പ്ലേസും പറയുന്ന ലൊക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ പാൻ നമ്പറും ഉണ്ട്. അതുകൊണ്ട് അത് രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. പാൻ നമ്പറും പ്ലേസ് ഓഫ് സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കറൻസി ആണ് ചോദിക്കുക. ആള് ഇന്ത്യയിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യ റുപ്പി കൊടുക്കാം. പിന്നെ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു വെൻഡറിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കാനായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 18 ലക്ഷത്തോളം രൂപ നമ്മൾ അവർക്ക് പേ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, 18 ലക്ഷം രൂപ പേ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്തു, നേരെ ഓപ്പണിംഗ് ബാലൻസിലേക്ക് അത് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തപ്പോൾ നോക്കിക്കേ, ഔട്ടർ ലൈൻ റെഡ് മാർക്ക് ആണ്. ദാറ്റ് മീൻസ് കോമ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് കോമകളെല്ലാം റിമൂവ് ചെയ്യാം. അപ്പൊ അത് ബ്ലൂ ഷെയ്ഡ് ആയി. ഓക്കെ ഓക്കെ, ഫസ്റ്റ് GST ട്രീറ്റ്മെന്റ് കൊടുത്തു, GST നമ്പർ കൊടുത്തു, ദെൻ അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തു. അടുത്തത് പേയ്മെന്റ് ടേംസ് ആണ് പറയുന്നത്. പേയ്മെന്റ് ടേംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഒരു വെണ്ടറുടെ കയ്യിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് കൊടുക്കണമെന്ന് നിർബന്ധിച്ചു. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഒക്കെ ആയിരിക്കാം ചെയ്യാം. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും ഏകദേശം നിങ്ങളുടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഒരു 15 ദിവസത്തിനുള്ളിലായിരിക്കും പേയ്മെന്റ്, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ 45 ദിവസമായിരിക്കും പേയ്മെന്റ് ടൈം പറയും. അപ്പൊ അത് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ വെൻഡറിന് പേയ്മെന്റ് കൊടുക്കുന്ന ടൈം നമ്മൾ ഓൾറെഡി അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ എല്ലാ പർച്ചേസും നമ്മൾ ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ആ ഒരു പേയ്മെന്റ് ഡേറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പറയാത്ത പുതിയ ഡേറ്റ് ആണ്, ഒരു 20 ദിവസമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ന്യൂ പേയ്മെന്റ് ടേം കൊടുത്തിട്ട് നെറ്റ് 20 എന്ന് കൊടുത്താലും മതി. ഞാൻ തൽക്കാലം നെറ്റ് 15 കൊടുക്കണം. അതായത് നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് 15 ദിവസം അല്ലെങ്കിൽ 15-ാം തീയതി ആകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പേയ്മെന്റ് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഡാറ്റ ഫില്ല് ചെയ്തത് ഓക്കെ ആണോ? അപ്പൊ ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു, റെഡ് കളറിലുള്ളതാണ് മാൻഡേറ്ററി. ബ്ലാക്ക് ഷെയ്ഡിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രം നമ്മൾ സേവ് ചെയ്ത് കൊടുത്താലും മതി. ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അടുത്തത് അഡ്രസ് ആണ്. ഇവരുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് നെക്സ്റ്റിലേക്ക് വരിക. ആ ഹെഡിങ് കണ്ട് തന്നെ അറിയാം അഡ്രസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവരുടെ അഡ്രസ്സ് നമുക്കറിയാം, റൗണ്ട് ഏരിയ തൃശ്ശൂർ കേരള. അതുപോലെ അവരുടെ പിൻകോഡും നമുക്കറിയാം. നമുക്ക് അതവിടെ ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. കൺട്രി ഇന്ത്യ ആണ്. അഡ്രസ് ഇവിടെ കൊടുത്തു. സിറ്റി തൃശ്ശൂരാണ്. സ്റ്റേറ്റ് കേരള. പിൻകോഡും കൂടി കൊടുക്കും. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ നമുക്ക് അറിയാത്തതുകൊണ്ട് തൽക്കാലം ആ ഫീൽഡ് ഞാൻ ബ്ലാങ്ക് ആയിട്ടിടുകയാണ്. ബാക്കി ഏകദേശം ഫീൽഡുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ബിൽഡിംഗ് നമ്പർ ഒക്കെ അറിയാമെങ്കിൽ അറ്റൻഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അങ്ങനെ അറിയാമെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാം. ഇനി ചില കമ്പനികള് ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും സെയിം ആയിരിക്കും. അതായത് ഷിപ്പിംഗ് അഡ്രസ്സ് ചിലപ്പോൾ ഗോഡൌൺ ഒക്കെ ആയിരിക്കും കുടിച്ചിരിക്കുക. അപ്പൊ ആ ഗോഡൌൺ വേറെ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് റൗണ്ട് ഏരിയ തൃശ്ശൂരാണ്. ഇതിന്റെ നമ്മുടെ വെയർ ഹൗസ് കുറച്ചധികം ദൂരെ ആണെങ്കിൽ വെയർ ഹൗസിന്റെ അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ഇനി അതെല്ലാം രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോപ്പി ബില്ലിംഗ് അഡ്രസ്സ് ചെയ്താൽ മതി. രണ്ടും സെയിം ആണ് വരുന്നെങ്കിൽ കോപ്പി ബില്ലിംഗ് അഡ്രസ്സ് ചെയ്താൽ മതി.
ഇവിടെ പ്രത്യേകം എടുത്ത് പറയാത്തതുകൊണ്ട് നമുക്ക് ഓക്കെ വിചാരിക്കാം രണ്ടും സെയിം ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കോപ്പി ബില്ലിംഗ് അഡ്രസ് കൊടുക്കും. രണ്ടും സെയിം ആണെന്നുള്ള രീതിയിൽ കോപ്പി ചെയ്തു. ഓക്കെ, ഇനി കോണ്ടാക്ട് പേഴ്സൺസിലേക്ക് വരാം. ഇപ്പൊ നമ്മള് മിസ് ശിഖ എന്ന് ഓർത്തു പോലെ തന്നെ നമ്മൾ അവിടെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേരും അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക. നമ്മൾ ശിഖയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ആളുടെ സല്യൂട്ടേഷൻ കൊടുക്കുക, പേര് കൊടുക്കുക, ജസ്റ്റ് ലാസ്റ്റ് നെയിം കൊടുക്കുക, ആളുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക, ആളുടെ ഫോൺ നമ്പർ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് ആളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുപോലെ എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് അഡ്രസ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് നമ്മുടെ വെൻഡറിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. വെൻഡർക്ക് പേയ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ, സോഹോ ബുക്സ് വഴി നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടി അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പോകുന്നില്ല. അടുത്തത് കസ്റ്റം ഫീൽഡ് ആണ്. കസ്റ്റം ഫീൽഡ് പറഞ്ഞാൽ ഇപ്പൊ കൊടുത്ത ഡാറ്റാസ് കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കസ്റ്റം ഫീൽഡ് ചെയ്യാം. ഇത് കൂടുതൽ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഡാറ്റ നമുക്ക് എൻട്രി ചെയ്ത് വെക്കാനായിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റം ഫീൽഡിൽ പോസിബിൾ ആണ്. അടുത്ത റിപ്പോർട്ടിംഗ് ടാഗ് ആണ്. റിപ്പോർട്ടിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വെയർ ഹൗസ് റിലേറ്റഡ് ആണ് കേട്ടോ. അതായത് ഏത് വെയർ ഹൗസിൽ നിന്ന് വരുന്നു, എവിടുത്തെ ഗുഡ്സ് മൂവ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് റിപ്പോർട്ടിംഗ് ടാഗിൽ വരുന്നത്. അതും ഈ പറഞ്ഞ ഓപ്ഷൻ ആണ്. അതൊക്കെ പോയിട്ട് ആക്റ്റീവ് ആക്കി കൊടുത്താലും കിട്ടുള്ളൂ കേട്ടോ. കസ്റ്റം ഫീൽഡ് ആയാലും റിപ്പോർട്ടിംഗ് ടാഗ് ആയാലും ഇപ്പോഴൊക്കെ പറയുന്നത് സെറ്റിംഗ്സിൽ പോയിട്ട് പ്രിഫറൻസിൽ പോയിട്ട് കസ്റ്റമേഴ്സ് ആൻഡ് വെൻഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും കിട്ടുള്ളൂ, കസ്റ്റം ഫീൽഡ് ആക്റ്റീവ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ റിപ്പോർട്ടിംഗ് ടാഗും അങ്ങനെ തന്നെയാണ്. സെറ്റിംഗ്സിൽ പോയിട്ട് റിപ്പോർട്ടിംഗ് ടാഗ് ആക്റ്റീവ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് റിപ്പോർട്ടിംഗ് ടാഗ് ആക്റ്റീവ് ആയിട്ട് കിട്ടും. പിന്നെ റിമാർക്സ്, ഈ ഒരു വെൻഡറെ കുറിച്ച് നമ്മുടെ അഭിപ്രായം നമ്മൾക്ക് മാത്രം കാണാനായിട്ട് നമുക്ക് അഭിപ്രായം എന്താണോ അത് വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ആളെങ്ങനെയാണ്, ആളുടെ കമ്പനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഒരാൾ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ആൾക്ക് ഈ ഒരാളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വെൻഡർ ക്രിയേഷൻ കൊടുക്കേണ്ടത്. മെയിൻ ആയിട്ട് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഫീൽഡ് തന്നെയാണ്. പിന്നെ അഡ്രസ് ഒക്കെ അറിയാമെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി നേരെ സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ വെൻഡർ ക്രിയേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, ഓവർവ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നും എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴാണ് കൊടുത്തതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾ എന്തൊക്കെ ചെയ്താലും ഡിലീറ്റ് ചെയ്താലും എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രാക്കിംഗ് എവിടെ കിട്ടുന്നുണ്ട്, ഓവർവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് പോസിബിൾ ആണ്. എന്തെങ്കിലും ആളെ കുറിച്ച് കമന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ്സിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ആഡ് ചെയ്യാവുന്നതാണ്. അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനിലും ഈ ഒരൊറ്റ ട്രാൻസാക്ഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഒരുമിച്ചാണ് കാണുന്നത്. ഡിഫറെന്റ് വെൻഡേഴ്സിനെല്ലാം ഒരുമിച്ചായിരിക്കും കാണിക്കുക. എന്നാൽ ട്രാൻസാക്ഷനിലേക്ക്, അതായത് ഒരു പെർട്ടിക്കുലർ പാർട്ടി സെലക്ട് ചെയ്തിട്ട് അവരുടെ ട്രാൻസാക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നടത്തിയിട്ട് ട്രാൻസാക്ഷൻസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ദെൻ മെയിൽസ് നമുക്ക് ലിങ്ക് ചെയ്യാം, മെയിൽ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് മെയിൽസ് ഒക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ വിസിബിൾ ആണ്. അത് എത്ര രൂപ അടയ്ക്കാനുണ്ട്, എത്ര അടച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഈ ഒരാൾക്ക് ക്ലോൺ ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെർജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് വെൻഡേഴ്സ് ഒരുമിക്കുകയാണെങ്കിൽ നമുക്ക് മെർജ് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഇനാക്റ്റീവ് ആക്കി മാർക്ക് ചെയ്യാൻ പറ്റും. അല്ല ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു വെൻഡറെ ക്രിയേറ്റ് ചെയ്തത്. ക്ലിയർ ആണോ? വെൻഡർ ക്രിയേഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് മറവികളൊക്കെ ഉണ്ടാവും. അതായത് മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഒരു വെൻഡറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ വിട്ടുപോകാം. മേ ബി ചില സമയങ്ങളിൽ നമ്മൾ അത് അറിയാതെ എൻ്റർ അടിച്ച് ഓക്കെ സേവ് ചെയ്ത് അങ്ങ് പോകും. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിലായതുകൊണ്ട് നമ്മൾ മേ ബി ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാതെ വീണ്ടും നമ്മൾ എഡിറ്റിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ എൻ്റർ ചെയ്യാനോ പോസിബിൾ അല്ല. അത് ഒന്നുകൂടെ പറയാം, ഒരു വെൻഡറെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ വെൻഡറിന് നമ്മൾ ഇനി ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം, അല്ലെങ്കിൽ കൊടുത്ത ഓപ്പണിംഗ് ബാലൻസ് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വെൻഡർ എഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പോസിബിൾ അല്ല.
ബാക്കി എന്ത് കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വെണ്ടർ എഡിറ്റിലേക്ക് വന്നാൽ നമുക്ക് സാധിക്കില്ല. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർവ്യൂ എടുക്കുക. ഏത് വെഞ്ചറിനാണ് ഓപ്പണിംഗ് ബാലൻസ് എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻറ്റർ ചെയ്യേണ്ടത്, ഓവർവ്യൂ എടുക്കുക. ഇവിടെ ഓപ്പണിംഗ് ബാലൻസിന്റെ സ്ക്രീൻ കാണും. പേയബിൾസ് പറഞ്ഞൊരു ഇതുണ്ടാവും. അതിന്റെ അണ്ടറിൽ പുതിയതായിട്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനാണെങ്കിൽ ഇവിടെ എൻറ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കാണും ഒരു ബ്ലൂ ഷെയ്ഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഓൾറെഡി ഉള്ളതാണ് അത് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ വ്യൂ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ മറന്നു പോവാണ് എങ്കിൽ നിങ്ങൾ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഓവർവ്യൂവിൽ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് എഡിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും വേറെ തന്നെ സ്ക്രീൻ ഉണ്ട്, അതിൽ വന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് മാത്രമേ ഒരു ചേഞ്ച് ഉള്ളൂ. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം എഡിറ്റിൽ പോയി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെണ്ടർ ക്രിയേഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്കൊരു ഇതുപോലെ വേറെ വെൻഡേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഏകദേശം 6ഓളം വെൻഡേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഇത് പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിന്റെ ഒരു പർച്ചേസ് ആണ് കേട്ടോ. ഈ പർച്ചേസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. പേയ്മെന്റ് കൊടുത്തായിട്ടോ അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്തായിട്ടോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. പർച്ചേസിൽ ബിൽസിന്റെ അണ്ടറിലാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പർച്ചേസിൽ ബിൽസിന്റെ അണ്ടറിലാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത്. പുതിയ ക്രെഡിറ്റ് പർച്ചേസ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ ബില്ല് കൊടുത്താൽ പുതിയൊരു ക്രെഡിറ്റ് പർച്ചേസ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ ബില്ല് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെൻഡറുടെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ആ വെൻഡറുടെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല പുതിയൊരു വെൻഡർ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വെൻഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആഡ് ന്യൂ വെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വെൻഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു വിൻഡോയിലേക്ക് നമ്മൾ വരികയും ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഉള്ള വെൻഡർ ആയിരുന്നു ഞാൻ പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിൽ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ പർച്ചേസിലേക്ക് വരാം. നമ്മൾ എവിടേക്കാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഗ്രേറ്റ് ട്രേഡേഴ്സ് വൈറ്റില എറണാകുളം, അതായത് നമ്മുടെ ഹെഡ് ഓഫീസിലേക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ലൊക്കേഷൻ ഹെഡ് ഓഫീസിന് കൊടുക്കാം. ഇനി അതല്ല നമ്മൾ കാലിക്കറ്റിലേക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ലൊക്കേഷൻ മാറ്റി കൊടുക്കണം, കാലിക്കറ്റ് തന്നെ കൊടുക്കണം. ഇനി ബിൽ നമ്പർ കൊടുക്കണം. ബിൽ നമ്പർ ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ബിൽ നമ്പർ അവിടേക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, ബിൽ നമ്പർ കൊടുത്തു. ഓർഡർ നമ്പർ ഒന്നും കൊടുക്കാനില്ല. അടുത്തത് ബിൽ ഡേറ്റ് ആണ് കൊടുക്കുന്നത്. ബിൽ ഡേറ്റ് 6/4/2024. 6/4/2024. ഓക്കെ, ബിൽ ഡേറ്റും കൊടുക്കും. ഡ്യൂ ഡേറ്റ് എങ്ങനെയാ വന്നത്? നമ്മള് പേയ്മെന്റ് കൊടുക്കേണ്ട ഡേറ്റ് കേട്ടോ. ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, അത് ഓക്കെ അടിച്ചിട്ടാൽ മതി കേട്ടോ. ചെറിയൊരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും, അത് ഓക്കെ അടിച്ചിട്ടാണ്. യെസ്, ഡ്യൂ ഡേറ്റ് 21/4/2024 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന നെറ്റ് 15 days ആണ് കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നതാണ്. 21/4/2024. അപ്പൊ ആദ്യം നമ്മൾ വെൻഡറെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ അതിനുശേഷം ലൊക്കേഷൻ നോക്കി, എവിടേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് നോക്കി. ദെൻ ബിൽ നമ്പർ കൊടുത്തു, ബിൽ ഡേറ്റ് കൊടുത്തു. ഇനി താഴേക്ക് വരിക, നമ്മൾ ഏത് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ ആണ്. തൽക്കാലം ഞാൻ ഡൈനിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ആം ചെയർസ് കൊടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് തൽക്കാലം ആം ചെയർസ് കൊടുക്കുകയാണ്. എന്നിട്ട് ക്വാണ്ടിറ്റി കൊടുക്കുക. എത്രയാ? 12 എണ്ണം. ഓക്കെ, 12 എണ്ണം വാങ്ങി എന്ന് പറയുന്നത്. റേറ്റ് എത്രയാ? 22,800 രൂപ. ഓക്കെ, 22,800 രൂപയുടെ 12 ആം ചെയർസ് നമ്മൾ വാങ്ങിച്ചു. GST ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു ഐറ്റം കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ സോഫാസ് ആൻഡ് കൗച്ചസ് ആണെന്ന് വിചാരിക്കുകയാണ്. 7 എണ്ണം 14,500. അപ്പൊ അവിടെ ക്വാണ്ടിറ്റി എഡിറ്റ് ചെയ്ത് കൊടുക്കുക. 7, റേറ്റ് 14,500. ഓക്കെ, അപ്പൊ 2 ഐറ്റംസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആം ചെയർസ് 12 എണ്ണം 22,700, സോഫാസ് ആൻഡ് കൗച്ചസ് 7 എണ്ണം 14,500. അപ്പൊ അത് രണ്ടും നമ്മൾ കൊടുക്കും. ഇനി പുതിയ ഐറ്റംസ് വേറെ ഉണ്ടെങ്കിൽ അതെല്ലാം 1 by 1 ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം വെൻഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ബിൽ നമ്പർ കൊടുക്കുന്നു.
ബിൽ ഡേറ്റ്, നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് കൊടുക്കുക. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ക്വാണ്ടിറ്റി, റേറ്റ്. GST ഓൾറെഡി നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പർച്ചേസ് ചെയ്ത ടാക്സബിൾ വാല്യൂ 3,75,100 rupees ആണ്. GST വരുന്നത് 759 ഈച്ച് ആണ്. ടോട്ടൽ വാല്യൂ വരുന്നത് 4,42,618 ആണ് വരുന്നത്. അപ്പൊ അത് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി, ഓക്കെ കറക്റ്റ് ആണ്, ടോട്ടൽ കറക്റ്റ് ആണ്. ഇനി എന്തെങ്കിലും നോട്ടോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ നോട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നേരെ സേവ് ആസ് ഓപ്പൺ കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് സേവ് ആസ് ഓപ്പൺ കൊടുക്കും. അപ്പൊ നമ്മൾ ആ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബില്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബില്ല്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഓവർ ഡ്യൂ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഓവർ ഡ്യൂ 788 days എന്തുകൊണ്ടാണ് കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു പേയ്മെന്റ് കൊടുക്കേണ്ട ഡേറ്റ് 21/4/2024 ആണ് അല്ലെ. 21/4/2024 ആണ് പേയ്മെന്റ് കൊടുക്കേണ്ട ഡേറ്റ്. ഇത്രയും കാലമായിട്ട്, അതായത് 24 കഴിഞ്ഞു, 25 കഴിഞ്ഞു, 26 26 ഏപ്രിലും കഴിഞ്ഞു, ഇത്രയും നാളായിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് ഓവർ ഡ്യൂ എന്ന് വന്ന് കിടക്കുന്നത്. അത് മിസ്റ്റേക്ക് അല്ല കേട്ടോ. അപ്പൊ നമ്മൾ പഴയ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇയർ പഴയതായതുകൊണ്ടാണ് ഓവർ ഡ്യൂ എന്ന് പറഞ്ഞെടുക്കാം. അത് നോക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ള ഇതുപോലെ റെക്കോർഡ് ചെയ്യും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ബില്ലിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് കാര്യം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, റേറ്റോ ക്വാണ്ടിറ്റിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. PDF or Paint ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം പോസിബിൾ ആണ്. മനസ്സിലായോ എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്ത ബില്ലിൽ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത്? ക്ലിയർ ആണോ എല്ലാവർക്കും? എനിക്ക് തോന്നുന്നു സോ ബുക്സ് കുറച്ചുകൂടി നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലാരിറ്റി കിട്ടും. എല്ലാം അവിടെ തന്നെ പറയുന്നുണ്ട്, അത് നോക്കി നോക്കി എൻ്റർ ചെയ്ത് പോയാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്തിലേക്ക് വരാം. ഇനി നമുക്ക് പറയുന്നത് എല്ലാം ഓരോ പർച്ചേസുകളാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പർച്ചേസ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് പർച്ചേസ് ഓർഡർ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാണ് നമ്മൾ പർച്ചേസ് ഓർഡർ. എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറെ പേർക്കെങ്കിലും അറിയാം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ കടയിൽ പോയിട്ട് സാധനം വാങ്ങി നമ്മൾ തിരിച്ചു പോലാണ് അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന ഔട്ട്ഡോർ ഡൈനിങ് ടേബിൾ ആവട്ടെ, ലോഞ്ചേഴ്സ് ആൻഡ് റിക്ലൈനേഴ്സ് ആവട്ടെ, ഔട്ട്ഡോർ സ്റ്റോറേജ് ആവട്ടെ, ഇതിനൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കണം. അതായത് ക്ലാസിക് ഗ്ലാസ് ആൻഡ് സ്റ്റീൽ വർക്ക്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഡർ കൊടുക്കണം. ഏകദേശം 2-ാം തീയതിയാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. 25-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ മനസ്സിൽ വെച്ചൊക്കെയല്ല, നമ്മൾ ചിലപ്പോൾ ഇൻ കേസ് മറന്നു പോകാം അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, നേരെ അത് എവിടെ റെക്കോർഡ് ചെയ്യും, നമുക്ക് സോഫ്റ്റ്സ് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. പർച്ചേസ് ഓർഡറിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അപ്പൊ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, എവിടെയായിരിക്കും പർച്ചേസ് ഓർഡർ റെക്കോർഡ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. സോഹോ ബുക്സിൽ പർച്ചേസ് ഓർഡർ റെക്കോർഡ് ചെയ്യാൻ നേരെ മൊഡ്യൂളിന്റെ പേരും പർച്ചേസ് ഓർഡർ തന്നെയാണ്. പർച്ചേസ് ഓർഡർ റെക്കോർഡ് ചെയ്യാനുള്ള മൊഡ്യൂളിന്റെ പേര് എന്താണ്, പർച്ചേസ് ഓർഡേഴ്സ് തന്നെയാണ്. അതിൽ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക അല്ലെങ്കിൽ ആഡ് ന്യൂ കൊടുക്കുക. നേരത്തെ കണ്ടതുപോലെ ഫസ്റ്റ് വെൻഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ ഒരു പുതിയ വെൻഡറെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോടെ കാണിച്ചു തരാം. നമുക്ക് പുതിയ വെൻഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കൂടെ എഴുതാനായിട്ട് ഞാൻ ഡിസ്പ്ലേ നെയിമിലൂടെ പുതിയ വെൻഡറുടെ പേര് കൊടുത്തു. GST രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ട് രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ എന്ന് കൊടുത്തു. ആളുടെ GST നമ്പർ ഇവിടെ ഉണ്ട്, അത് അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. ഗുജറാത്ത് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല, നേരെ സേവിങ്, അത്രേ ഉള്ളൂ. ടേംസ് ഓഫ് പേയ്മെന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഇവിടെ, ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുമായിരിക്കും. ഞാൻ ടേംസ് ഓഫ് പേയ്മെന്റ് ഡ്യൂ ഓൺ റെസിപ്റ്റിന് കൊടുക്കുകയാണ്, ഇതൊരു സേവ് ചെയ്യണം. കഴിഞ്ഞു കേട്ടോ. പ്ലാസ്റ്റിക് ഗ്ലാസ് ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്ന് പറഞ്ഞ വെൻഡറെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ എവിടെ നിന്നാണ് ഈ ഒരു ഓർഡർ പോയിട്ടുള്ളത്, ഹെഡ് ഓഫീസിൽ നിന്നാണോ അതോ നമ്മളുടെ ബ്രാഞ്ചിൽ നിന്നാണോ? ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഡെലിവറി ചെയ്യേണ്ടത് ഹെഡ് ഓഫീസിലേക്ക് തന്നെയാണ്. അപ്പൊ ലൊക്കേഷൻ ഹെഡ് ഓഫീസ്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഡെലിവറി അഡ്രസ്സും ഹെഡ് ഓഫീസ് തന്നെയാണ്. ഇവിടെ പർച്ചേസ് ഓർഡർ നമ്പർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് ലൊക്കേഷൻ ഒക്കെ സെറ്റ് ആക്കി കഴിയുമ്പോൾ താഴേക്ക് വരുമ്പോൾ പർച്ചേസ് ഓർഡർ നമ്പർ വേണം കൊടുക്കാനായിട്ട്.
പർച്ചേസ് ഓർഡർ നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, PO401 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇവിടെ പർച്ചേസ് ഓർഡർ നമ്പർ കിടക്കുന്നത് വേറെയാണ്, P0000013 എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കിത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇതുണ്ടോ, സെറ്റിംഗ്സ് ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇപ്പൊ ഇത് സെലക്ട് ആയിരിക്കുന്ന ഓട്ടോ ജനറേറ്റിംഗ് പർച്ചേസ് ഓർഡർ നമ്പർ ആണ്. അത് മാറ്റിയിട്ട് എന്റെ പർച്ചേസ് ഓർഡർ നമ്പേഴ്സ് മാനുവലി എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. എന്റെ പർച്ചേസ് ഓർഡേഴ്സ് നമ്പേഴ്സ് മാനുവലി എന്നുള്ളത് സെലക്ട് ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്ന നമ്പർ മാത്രം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളായിരുന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഡേറ്റ് കൊടുക്കാം. നമ്മൾ എന്നാണോ ഓർഡർ കൊടുത്തിരിക്കുന്നത്, എത്രയാ, 2/5/2024 നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത്. അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്യും. 2/5/2024 നമ്മൾ ഓർഡർ കൊടുത്തത്. ഡെലിവറി ഡേറ്റ് നമ്മൾ എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്തത് 25/4/2024 അപ്പൊ അത് ഡെലിവറി ഡേറ്റ് ആയിട്ട് കൊടുക്കും. 25/5/2024 ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, ഷിപ്മെന്റ് പ്രിഫറൻസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ ഷിപ്പ് ചെയ്യണം, ട്രെയിൻ മാർഗം, ലോറി മാർഗം, അങ്ങനെ എന്താണോ ഷിപ്മെന്റ് അത് കൊടുക്കാവുന്നതാണ്. ഇനി താഴോട്ട് വന്നിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ കൊടുത്തത്, എന്റെ കയ്യിലുള്ള ഐറ്റംസ് ഞാൻ ഓർഡർ കൊടുക്കുകയാണ്. ഒരു 7 എണ്ണം. 28,500. സോഫാസ് ആൻഡ് കൗച്ചസ് 12, റേറ്റ് 12,600. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാന്നാണ് കേട്ടോ. ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ആഡ് ന്യൂ ഐറ്റം കൊടുത്ത് നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഫുൾ എത്ര ഐറ്റംസ് ഉണ്ടോ അതെല്ലാം കൊടുക്കാം. എമൗണ്ട് ഒക്കെ കാണിച്ചു തരണം. ഓക്കെ, എത്രയാണ്, 13. 14,800. ഓക്കെ, അപ്പൊ ഐറ്റം നമ്മൾ ആഡ് ചെയ്തു, അതും കൊടുത്തു. ടോട്ടൽ സബ് ടോട്ടൽ വരുന്ന 5,40,100 IGST ആണ് വരിക അല്ലെ, ഗുജറാത്ത് ആണ്. ഇപ്പൊ 97,758 ആണ് IGST. ടോട്ടൽ ബിൽ എമൗണ്ട് 6,40,858 വന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ പർച്ചേസ് ഓർഡർ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ വെൻഡർ സെലക്ട് ചെയ്ത് കൊടുത്തു, ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു, പർച്ചേസ് ഓർഡർ നമ്പർ മാനുവലി കൊടുത്തു, അതിനുശേഷം ഡേറ്റും ഡെലിവറി ഡേറ്റ് കൊടുത്തു. ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുള്ളത് അത്, അതിന്റെ ക്വാണ്ടിറ്റിയും റേറ്റും മെൻഷൻ ചെയ്തു. ഇനി ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, സേവ് ആൻഡ് സെൻഡും ഉണ്ട്, സേവ് ആസ് ഡ്രാഫ്റ്റും ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു പർച്ചേസ് ഓർഡർ പോകും. അതിന് പകരം നമുക്ക് തൽക്കാലം എന്ത് ചെയ്യും, നമ്മൾ മെയിൽ ID ഒന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരെ സേവ് ആസ് ഡ്രാഫ്റ്റ് ആണ് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നത് എന്താണ്, സേവ് ആസ് ഡ്രാഫ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്തു. അതിനുശേഷം മാർക്കാസ് ഇഷ്യൂഡ് കൊടുക്കുക. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുക, ദെൻ അത് കഴിഞ്ഞിട്ട് മാർക്കാസ് ഇഷ്യൂഡ് കൊടുക്കുക. സേവ് ആസ് ഡ്രാഫ്റ്റിൽ ഇടരുത്. ഡ്രാഫ്റ്റിൽ ഇടരുത് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡ്രാഫ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എവിടെയും ഇത് റിഫ്ലക്ട് ചെയ്യും. പർച്ചേസ് ഓർഡർ ഡിസ്പ്ലേയിലായാലും എവിടെയാണെങ്കിലും ഇത് റിഫ്ലക്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഡ്രാഫ്റ്റിൽ ഇടരുത്, മാർക്കാസ് ഇഷ്യൂഡ് കൊടുത്ത് ഇഷ്യൂഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടുക. ഓക്കെ, ഇപ്പൊ ഇത് ഇഷ്യൂഡ് ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? പർച്ചേസ് ഓർഡർ ചെയ്യുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ഗീതു, സ്നേഹ, ഓക്കെ. നെക്സ്റ്റ്, ഈ പറഞ്ഞതുപോലെ ഒരു 25-ാം തീയതി ആയെന്ന് വിചാരിക്കാം.
ഡോക്യുമെന്റ് ഉണ്ടോ എന്നറിയില്ല, നോക്കട്ടെ. ഇത് നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങളാണ്. ക്ലാസിക് ഗ്ലാസ് ആൻഡ് സ്റ്റീൽ വർക്സിന് നമ്മൾ ഓർഡർ കൊടുത്തതാണ്. ഈ പറഞ്ഞതുപോലെ 25-ാം തീയതി ആയപ്പോൾ നമ്മൾ അവരുടെ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. കണ്ടോ, പർച്ചേസ് ചെയ്തു, സെയിം സാധനം തന്നെ പർച്ചേസ് ചെയ്തു. ഇപ്പൊ പോയിട്ട് ബില്ല് ക്രിയേറ്റ് ചെയ്യണോ? ഓടി പോയിട്ട് പർച്ചേസ് ചെയ്തു എന്നുകൊണ്ട് ബില്ല് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മളിവിടെ എന്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്താൽ മതി, ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ടു ബില്ല് കൊടുത്താൽ മതി. കൺവേർട്ട് ടു ബില്ല് കൊടുത്ത് ഡേറ്റ് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. ഡേറ്റ് എത്രയാ, മെയ് 25, 2024. 25 മെയ് 2024. ഓക്കെ, 25 മെയ് 2024. ഡ്യൂ ഡേറ്റ് പറയുന്നുണ്ട് 14 ജൂൺ ആണ് ഡ്യൂ ഡേറ്റ്. 14/6/2024. ഓക്കെ, ബിൽ ഡേറ്റും കൊടുത്തു, പേയ്മെന്റ് കൊടുക്കുന്ന ഡ്യൂ ഡേറ്റും കൊടുത്തു. വേറെ ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടില്ല. എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കാണാം 6,40,858 കറക്റ്റ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു പർച്ചേസ് ഓർഡറിനെ ബില്ലാക്കി മാറ്റുമ്പോൾ ബിൽ ഡേറ്റും ബില്ലിന്റെ നമ്പറും കൂടി കൊടുക്കും. ബിൽ നമ്പർ എത്രയാ, TSJW1234. ഓക്കെ, ബിൽ നമ്പറും ബിൽ ഡേറ്റും മാത്രം എൻ്റർ ചെയ്യുക. എന്നിട്ട് നേരെ സേവ് ആസ് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, സേവ് ആസ് ഓപ്പൺ കൊടുത്തു. അപ്പൊ ആ ബില്ല് അവിടെ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ നോക്കി പർച്ചേസ് ഓർഡറിലേക്ക് നോക്കുമ്പോൾ ആ ബില്ല് സ്റ്റാറ്റസ് അവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ബില്ല് സ്റ്റാറ്റസ് അവിടെ ബില്ലായി. ബില്ലിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ബില്ല് അവിടെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? പർച്ചേസ് ഓർഡർ എങ്ങനെ ബില്ലിലേക്ക് മാറ്റാം എന്നത് കൂടി ക്ലിയർ ആയെല്ലാവർക്കും. ജസ്റ്റ് കൺവേർട്ട് ടു ബില്ല് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? എന്നിട്ട് ഡേറ്റ്, ബിൽ നമ്പർ കൊടുത്ത് സേവ് ചെയ്യും. സേവ് ആസ് ഓപ്പൺ കൊടുക്കുക. സേവ് ആൻഡ് സെൻഡ് ഉള്ളപ്പോൾ ഡ്രാഫ്റ്റ് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതും ഒരു നോർമൽ പർച്ചേസ് തന്നെയാണ്. ഇത് പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിന്റെ ഒരു പർച്ചേസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഈ നടത്തിയ പർച്ചേസിന്റെ പേയ്മെന്റ് നടത്തുന്നതാണ്. ഓക്കെ, നമ്മൾ നടത്തുന്ന പർച്ചേസിന്റെ പേയ്മെന്റ് ആണ്. നമ്മളിപ്പോ 2 പർച്ചേസ് നടത്തി കഴിഞ്ഞു. ഒന്ന് ക്ലാസിക് ഗ്ലാസ് ആൻഡ് സ്റ്റീൽ വർക്കിന്റെ പർച്ചേസും പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിന്റെ പർച്ചേസും നമ്മൾ നടത്തി. അപ്പം ഇതില് പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിന് നമ്മളൊരു 8 ലക്ഷം രൂപ കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ് നമ്മൾ 8 ലക്ഷം രൂപ പേ ചെയ്യാണ്. ഓക്കെ ആണല്ലോ, 8 ലക്ഷം രൂപ പേ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ എന്തിലേക്ക് വരാം, പേയ്മെന്റ് മെയ്ഡ് എന്ന് പറയുന്ന മൊഡ്യൂളിലേക്ക് വരാം. വെൻഡറിന് പേയ്മെന്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെൻഡറിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുമ്പോഴോ അത് റെക്കോർഡ് ചെയ്യുന്നത് പേയ്മെന്റ് മെയ്ഡ് മൊഡ്യൂളിലാണ്. വെൻഡറിന് പേയ്മെന്റ് കൊടുക്കുമ്പോഴാട്ടെ, വെൻഡറിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുമ്പോഴാട്ടെ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്, പേയ്മെന്റ് മെയ്ഡിലാണ്. എന്നിട്ട് ഇവിടെ ആഡിന് കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ വെൻഡറിന് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുന്നത്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കൂടെ സെലക്ട് ചെയ്യുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മളിപ്പോ പേയ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ ബിൽ പേയ്മെന്റ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ആർക്കാണോ പേയ്മെന്റ് കൊടുക്കുന്നത് ആ സ്പെസിഫൈഡ് വെൻഡറെ സെലക്ട് ചെയ്ത് കൊടുക്കും. പ്രീമിയം വുഡ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കൊടുക്കും. എവിടെ നിന്നാണ് പേയ്മെന്റ് പോകുന്നതെന്ന് ചോദിക്കുന്നത്, ഹെഡ് ഓഫീസിൽ നിന്നാണോ അതോ ബ്രാഞ്ചിൽ നിന്നാണോ? ഏതായാലും പർച്ചേസ് 2 നടത്തിയിരിക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്നായതുകൊണ്ട് ഹെഡ് ഓഫീസിന് കൊടുക്കുക. എന്നിട്ട് എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്യുന്നത്, 8 ലക്ഷം രൂപയാണ് നമ്മളിവിടെ പേ ചെയ്യുന്നത്. ഓക്കെ, ഫുൾ ആയിട്ട് നമ്മൾ എത്ര കൊടുക്കാറുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 22,42,618 രൂപ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതിൽ 8 ലക്ഷം രൂപ മാത്രമാണ് നമ്മളിപ്പം തൽക്കാലം പേ ചെയ്യുന്നത്. ഫുൾ എമൗണ്ട് കൊടുക്കുന്നില്ല. ഇനി ഫുൾ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ കുഞ്ഞൊരു ബോക്സ് ഉണ്ടല്ലോ അതിലങ്ങ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്നാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്,
എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നോക്കിക്കേ ചെറിയൊരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. Would you like this amount to be reflected in the payment field? അതായത് ഞാൻ ഇവിടെ 8 ലക്ഷം രൂപ കൊടുത്ത ഈ ഒരു എമൗണ്ട് പേയ്മെന്റ് ഫീൽഡ് എന്ന് പറയുന്നതിലേക്ക് റിഫ്ലക്ട് ചെയ്യണോ ചോദിക്കുന്നുണ്ട്. ഏതാണ് ഈ പേയ്മെന്റ് ഫീൽഡ് ചോദിച്ചാൽ ഇതാണ് പേയ്മെന്റ് ഫീൽഡ്. അതായത് നമ്മൾ വെറുതെ വെണ്ടറിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് കാണിക്കല്ല ചെയ്യുന്നത് അല്ലെ. നോർമലി എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യാം. നമ്മള് വെണ്ടറിന് 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ബില്ലിന് എഗെയിൻസ്റ്റ് ആണ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഗെയിൻസ്റ്റ് ആണ് കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് കൊടുത്തിട്ടുണ്ടാവണം. അപ്പൊ അത് ആണ് ഇവിടെ ചോദിക്കുന്നത്. Would you like this amount to be reflected in the payment field? ഒന്നെങ്കിൽ ഇത് എസ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏറ്റവും ആദ്യം കിടക്കുന്ന ബില്ല് ഏതാണോ അതിന് നേരെ എമൗണ്ട് വരും. നമ്മൾ ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാൻ അവിടെ എസ് കൊടുത്തു, ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ ഏറ്റവും ആദ്യം കിടക്കുന്ന ബില്ലിന് നേരെ എമൗണ്ട് വന്നു. ഇനി അതല്ല നമ്മൾ ഈ ഒരു ബില്ലിന് നേരെയാണ് എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് ഇവിടെ ഫുൾ എമൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് മാത്രമേ ഞാൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നുള്ളൂ. ആ ഒരു പ്ലാനിലാണ് എനിക്കുള്ളത് എങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും, മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷെ നമ്മളിവിടെ വുഡ് യു ലൈക്ക് ദിസ് എമൗണ്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് ബില്ല് ഏതാണോ അതിലേക്ക് എമൗണ്ട് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് 18 ലക്ഷം രൂപ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു, അതിൽ 8 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന രീതിയിലേക്കായിട്ട് മാറും. അപ്പൊ ഇത് കൃത്യമായിട്ട് പേയ്മെന്റ് ഫീൽഡ് ഫില്ല് ചെയ്യാൻ വിട്ടുപോകരുത്, അല്ലെങ്കിൽ വെറുതെ നമ്മളൊക്കെ വെണ്ടർ പൈസ തന്നു കിടക്കുള്ളൂ. ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് എടുത്ത് ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വെറുതെ എന്തോ അഡ്വാൻസ് എന്താ പൈസ തന്നു, എന്തിനാണ് പോലും ഇല്ല, എന്തിനോ ഒരു അൺഅഡ്ജസ്റ്റഡ് എന്താണ് എമൗണ്ട് അവിടെ കിടക്കുന്നു. അത് ചെയ്തൊരിക്കലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പേയ്മെന്റ് ഫീൽഡ് എമൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പേയ്മെന്റ് ഡേറ്റ് കൊടുക്കുക. പേയ്മെന്റ് ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30/5/2024 കൊടുക്കുക. 30/5/2024 കൊടുക്കുക. അപ്പം അപ്ഡേറ്റ് ദിസ് പേയ്മെന്റ് ആസ് റിസീവ്ഡ് ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത് അതും എസ് കൊടുക്കുക. അതായത് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത് എസ് കൊടുക്കുക. ഇനി പേയ്മെന്റ് തന്നത് ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് കൊടുക്കാം. ഇനി അതിലെ ബാങ്കിലേക്കാണ് വന്നതെങ്കിൽ പേയ്മെന്റ് മോഡ് ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാം. പെയ്ഡ് ത്രൂ SBI കൊടുക്കാം. പെയ്ഡ് ത്രൂ SBI. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫിൽ ചെയ്യാനായിട്ടുള്ളത്. വെണ്ടറുടെ നെയിം കൊടുത്തു, പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ്, പേയ്മെന്റ് പോകുന്ന ലൊക്കേഷൻ കൊടുത്തു, എത്ര എമൗണ്ട് ആണോ നമ്മൾ വെണ്ടറിന് പേ ചെയ്യുന്ന ആ എമൗണ്ട് മെൻഷൻ ചെയ്യുക. ആ എമൗണ്ട് മെൻഷൻ ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം പേയ്മെന്റ് ഫീൽഡിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ എസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് തന്നെ മാനുവലി ആണെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ പേയ്മെന്റ് ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സെയിം ഡേറ്റ് അല്ല, അതായത് കറക്റ്റ് ഡേറ്റ് അല്ല കൊടുക്കുന്നെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യണമെന്ന് ചോദിക്കും, എസ് കൊടുക്കുക. പേയ്മെന്റ് മോഡും പെയ്ഡ് ത്രൂ അത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കണം. ചില പിള്ളേർ ചെയ്യുന്നത് വെച്ചാൽ പേയ്മെന്റ് മോഡ് ക്യാഷ് കൊടുക്കും, പെയ്ഡ് ത്രൂ SBI കൊടുക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് വരില്ല, ബാങ്ക് കാണിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാം, പെയ്ഡ് ത്രൂ SBI ആണെങ്കിൽ SBI കാണിക്കാം. രണ്ടും ഒരുപോലെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതിനെ സേവ് ആസ് പെയ്ഡ് ആക്കി കാണിക്കാം. സേവ് ആസ് പെയ്ഡ് ആയി ഇതവിടെ പേയ്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ ബില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിന് എഗെയിൻസ്റ്റ് ആണോ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഈ ഒരു ബില്ലില്ല, വെണ്ടർ എടുത്തിട്ട് ബില്ലിന് എഗെയിൻസ്റ്റ് അല്ലല്ലോ, വെണ്ടർ എടുത്തു. വെണ്ടർ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 14,42,618 രൂപ ട്രാൻസാക്ഷൻസ് എടുക്കാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ട്രാൻസാക്ഷൻസ് എടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ഓവർ ഡ്യൂ കിടപ്പുണ്ട്, അതുപോലെ ബിൽ പേയ്മെന്റ് കിടപ്പുണ്ട്. 8 ലക്ഷം രൂപ ബില്ല് പേ ചെയ്തതായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസിൽ കാണാൻ പറ്റും. ഓക്കെ, ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. എത്ര കൊടുക്കാനുള്ളൂ? 18 ലക്ഷത്തി സംതിങ് 14,42,615 രൂപ മാത്രമേ കൊടുക്കാനായിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് നമ്മൾ കൊടുത്തു എന്ന രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പേയ്മെന്റ് മെയ്ഡ് ചെയ്തത്. ഇനി ഇതേ സമയം അഡ്വാൻസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെണ്ടർ അഡ്വാൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് വെണ്ടർ ആണോ അഡ്വാൻസ് എമൗണ്ട് തന്നിട്ടുള്ളത് ആ വെണ്ടറെ സെലക്ട് ചെയ്യുക, ലൊക്കേഷൻ കൊടുക്കുക, ദെൻ എമൗണ്ട് കൊടുക്കുക. ഏത് വെണ്ടർ ആണോ നമുക്ക് അഡ്വാൻസ് തന്നത് ആ വെണ്ടറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക,
ദെൻ ലൊക്കേഷൻ കൊടുക്കുക, എത്ര എമൗണ്ട് അഡ്വാൻസ് തന്നത്. 1 ലക്ഷം രൂപയാണ് അഡ്വാൻസ് തന്നെങ്കിൽ 1 ലക്ഷം എമൗണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം എന്നാണോ അഡ്വാൻസ് തന്നത് ആ ഡേറ്റ് കൊടുക്കുക. അഡ്വാൻസ് തന്ന ഡേറ്റ് മെൻഷൻ ചെയ്യും. അഡ്വാൻസ് തന്ന ഡേറ്റ് മെൻഷൻ ചെയ്തു. ബാങ്കിലേക്കാണ് അഡ്വാൻസ് തന്നതെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തു. പെറ്റി ക്യാഷ് എന്നുള്ളത് മാറ്റിയിട്ട് SBI എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് കൊടുക്കാനായിട്ടുള്ളൂ. വേറെ ഒന്നും ഫില്ല് ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് ആരാണോ അഡ്വാൻസ് തന്നത് ആ വെണ്ടറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടേക്കാണ് ലൊക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് എത്ര തന്നു അത് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, പേഡ് ത്രൂ SBI കൊടുക്കുക. കഴിഞ്ഞു. നോട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് മാത്രം കാണാനായിട്ട് നോട്ട് കൊടുക്കണമെങ്കിൽ നോട്ട് കൊടുക്കാം. എന്നിട്ട് സേവ് ആസ് പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസ് റെക്കോർഡ് ചെയ്യില്ല. ഇതിപ്പോ അഡ്വാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് അവർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ടു ബില്ല് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇന്ന പർച്ചേസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആയിരിക്കും അവർ അഡ്വാൻസ് തന്നിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാം, അപ്ലൈ ടു ബില്ല് കൊടുത്ത് അതവിടെ ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? അഡ്വാൻസും പർച്ചേസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ്. ഗോപിക, അശ്വതി, ഇനിയും കുറെ പേരുണ്ട്. സ്നേഹ, വിദ്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തിലേക്ക് വരാം. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതാണ്. ഇതൊരു പേയ്മെന്റ് വൗച്ചർ ആണ് അല്ലെ. ഇതെന്ത് പേയ്മെന്റ് ആണ് പറയുന്നത്? സ്റ്റാഫ് ട്രാവൽ എക്സ്പെൻസ് ആണ്. അതെവിടെ നോക്കിയാൽ കാണാം? ഇവിടെ നരേഷിലോട്ട് നോക്കിയാൽ മതി. നരേഷിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് എക്സ്പെൻസിന്റെ പേയ്മെന്റ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. സ്റ്റാഫ് ട്രാവൽ എക്സ്പെൻസിന്റെ പേയ്മെന്റ് ആണ്. എത്ര രൂപ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്? 13,000 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് ബാങ്ക് വഴിയാണ് പേയ്മെന്റ് പോകുന്നത്. എങ്ങനെ മനസ്സിലാക്കി? മോഡ് ഓഫ് പേയ്മെന്റ് നേരെ നോക്കാം. SBIയുടെ അണ്ടറിലാണ് എമൗണ്ട് വന്ന് കിടക്കുന്നത്. അപ്പൊ അതിനർത്ഥം ബാങ്ക് വഴിയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ എൻട്രി എങ്ങനെയാ വരിക? സ്റ്റാഫ് ട്രാവൽ എക്സ്പെൻസസ് അക്കൗണ്ട് അഡ്ജസ്റ്റ് ടു SBI എന്നാണ് വരുന്നത്. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഹോ ബുക്സിലെ എക്സ്പെൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോഹോ ബുക്സിലെ എക്സ്പെൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സ്പെൻസ് അതില് ആഡ് ന്യൂ കൊടുക്കുക. എവിടെ നിന്നാണ് പേയ്മെന്റ് പോയിട്ടുള്ളത്? പേയ്മെന്റ് പോയിട്ടുള്ളത് കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്നാണ്. കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് പേയ്മെന്റ് പോയിട്ടുള്ളത്. പക്ഷെ കാലിക്കറ്റ് ഫണ്ടില്ല എന്നാൽ കൊടുക്കുക. കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് പേയ്മെന്റ് പോയിട്ടുള്ളത്. ഡേറ്റ് പറയുന്നത് 16/4/2024 സ്റ്റാഫ് ട്രാവൽ എക്സ്പെൻസ് പേയ്മെന്റ് കൊടുക്കുക. ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഏത് എക്സ്പെൻസ് ആയിരുന്നു? സ്റ്റാഫ് ട്രാവൽ ആണ് അല്ലെ. ട്രാവൽ എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. അപ്പൊ ട്രാവൽ എക്സ്പെൻസ് ഞാൻ സെലക്ട് ചെയ്തു. സ്റ്റാഫ് ട്രാവലിനൊന്നും കൊടുക്കണമെന്നില്ല. ട്രാവൽ എക്സ്പെൻസ് കൊടുത്താലും മതി. ഓൾറെഡി ഉണ്ടല്ലോ ആ ലെഡ്ജർ മതി. ഇനി പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ട്രാവൽ എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് സെലക്ട് ചെയ്തു. ഇനി പുതിയത് ഇല്ല എങ്കിൽ ഇതാ ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് ഇല്ലാത്ത ലെഡ്ജർ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എന്ത് ചെയ്യുക? എക്സ്പെൻസസ് കൊടുക്കുക, അല്ലെങ്കിൽ അതർ എക്സ്പെൻസ് കൊടുക്കുക. എന്നിട്ട് എക്സ്പെൻസിന്റെ പേര് കൊടുക്കുക. സേവ് ചെയ്യും. സേവ് സെലക്ട് ചെയ്താലും മതി. ഇല്ലാത്തൊരു എക്സ്പെൻസ് ആണ് എങ്കിൽ ആഡ് കൊടുത്താലും മതി. ഇനി അടുത്തത് എമൗണ്ട് എത്രയാണ് നമ്മൾ പറയുന്നത്? 13,000 രൂപയാണ് അല്ലെ എമൗണ്ട്. അത് കൊടുക്കും. പേഡ് ത്രൂ ബാങ്ക് വഴിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ബാങ്ക് കൊടുക്കാം. SBI. പേഡ് ത്രൂ SBI വഴിയാണ് പേയ്മെന്റ് പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, ഏത് എക്സ്പെൻസിന്റെ പേയ്മെന്റ് ആണെന്ന് കൊടുത്തു, എമൗണ്ട് മെൻഷൻ ചെയ്തു. പേഡ് എമൗണ്ട് കൊടുത്തു 13,000. ദെൻ എക്സ്പെൻസ് പേയ്മെന്റ് കൊടുക്കുന്നത് SBI വഴിയാണെന്ന് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ഇനി താഴെ നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. വെണ്ടറിന്റെ ഡീറ്റെയിൽസ്, GST ട്രീറ്റ്മെന്റ് ഒക്കെ ചോദിക്കുന്നു. സ്റ്റാഫ് ട്രാവലും വെണ്ടറും തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് GST ട്രീറ്റ്മെന്റ് അവിടെ വന്നിട്ട് ഔട്ട് ഓഫ് സ്കോപ്പ് കൊടുക്കാം. അതായത് ഈ ഒരു സ്റ്റാഫ് ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് GSTയുടെ അണ്ടറിലൊന്നും വരുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നേരെ ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് കൊടുക്കും. GST ട്രീറ്റ്മെന്റ് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് കൊടുക്കും.
ഇനി എന്തെങ്കിലും ഇൻവോയ്സ് നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, അതൊന്നും കൊടുക്കണമെന്നില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ഉണ്ടോ നോക്കാം, റെഫറൻസ് നമ്പർ ഉണ്ട്, എനിക്ക് നമുക്ക് ഇൻവോയ്സ് നമ്പർ ആയിട്ട് നോക്കാം. ഓക്കെ, ഇൻവോയ്സ് നമ്പർ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ കൊടുക്കാം, നോട്ട് കൊടുക്കണം, വേണമെങ്കിൽ കൊടുക്കാം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുക്കാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, സേവ് ഉണ്ട്, സേവ് ആൻഡ് ന്യൂ ഉണ്ട്. ആ പേര് കേട്ടാൽ അറിയാം, സേവ് ചെയ്യുന്ന വെച്ചാൽ ഇത് സേവ് ചെയ്തു. ഓക്കെ, കഴിഞ്ഞു. സേവ് ആൻഡ് ന്യൂ എന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യാൻ പറ്റും, അതേപോലെ പുതിയൊരെണ്ണം ആഡ് ചെയ്യാനുള്ള വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ടും വരും. അപ്പൊ ഞാനിവിടെ സേവ് തന്നെ കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിയുമ്പോൾ ഇതാ നമുക്കിത് സേവ് ചെയ്യാനായിട്ട് പറ്റും. കിട്ടി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഇത് ക്ലോൺ ചെയ്യണമെങ്കിൽ ക്ലോൺ ചെയ്യാം. ക്ലോൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ, കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലെ. ഇതേപോലെ വീണ്ടും ഒരു എക്സ്പെൻസ് വരുവാണ്, ഡേറ്റ് ഒക്കെ മാറ്റി കൊടുത്ത് അത് സേവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായോ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്? ഓക്കെ, എക്സ്പെൻസ് റെക്കോർഡിങ് ഞാൻ ഓരോ ഹിസ്റ്ററി കാണുന്ന അങ്ങ് ചെയ്ത് പോവാണേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തത് എമൗണ്ട് പേയ്മെന്റ് ക്രെഡിറ്റ് ആണ്, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാഫ് ട്രാവൽ എക്സ്പെൻസ് 8000 രൂപ ക്യാഷ് വഴിയാണ് പേയ്മെന്റ് പോകുന്നത്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യാം. സാലറി 87,300, സാലറി പേയ്മെന്റ് 1,60,500. ദെൻ ഓഫീസ് സപ്ലൈസ്, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. ഓക്കെ, അടുത്തതാണ് ക്രെഡിറ്റ് നോട്ട്. എന്ത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാല് പർച്ചേസ് റിട്ടേൺ അല്ലേ. നമ്മള് പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബില്ലിലേക്ക് വരാം, പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ് എടുക്കാം. അതില് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അല്ലെ. ഞാൻ ഇത് വെച്ച് പറയാമേ. നമ്മൾ സോഫാസ് ആൻഡ് കൗച്ചസ് വാങ്ങി, ആം ചെയർസ് ആൻഡ് റിക്ലൈനേഴ്സ് വാങ്ങി. ഇതില് ആം ചെയർസ് ആൻഡ് റിക്ലൈനേഴ്സ് നമ്മളുടെ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ 2 എണ്ണത്തിൽ കംപ്ലൈന്റ് ഉണ്ട്, നമുക്കത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓഫ്കോഴ്സ് നമ്മളത് റിട്ടേൺ അടിക്കും അല്ലെ. വെൻഡറിന് അതേപോലെ നമ്മൾ റിട്ടേൺ അടിക്കും. അതാണ് നമുക്ക് അടുത്ത നോക്കാനുള്ളത്, പർച്ചേസ് റിട്ടേൺ. ഓക്കെ, പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാനായിട്ട് സോഫോക്സിൽ യൂസ് ചെയ്യുന്ന മൊഡ്യൂളിന്റെ പേരാണ് വെൻഡർ ക്രെഡിറ്റ്. പർച്ചേസ് റിട്ടേൺ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊഡ്യൂളിന്റെ പേരാണ് വെൻഡർ ക്രെഡിറ്റ്. വെൻഡർ ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് നേരെ പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാം. വെൻഡർ ക്രെഡിറ്റിലേക്ക് വന്നു, പുതിയൊരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ എന്താ ചോദിക്കുന്നത്, ആർക്കാണോ നമ്മൾ റിട്ടേൺ അടിച്ചിട്ടുള്ളത് വെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആരാ? നമ്മുടെ പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസ് ആണ് അല്ലെ. അപ്പൊ അവരെ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കും. വെൻഡറുടെ നെയിമിന്റെ അവിടെ വെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇനി ബിൽ നമ്പർ കൊടുക്കും. അതായത് നമ്മൾ വെറുതെ ഇങ്ങോട്ട് റിട്ടേൺ അടിക്കുകയല്ല വേണ്ട അല്ലെ. ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ പർച്ചേസ് റിട്ടേൺ കൊടുക്കുന്നത് ആ സ്പെസിഫൈഡ് ബില്ല് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഒറ്റ ബില്ലേ ഉള്ളൂ, 1-2 ബില്ലുണ്ടെങ്കിൽ അതെല്ലാം അവിടെ വന്നേനെ. അതിൽ ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ നമ്മൾ റിട്ടേൺ അടിക്കുന്നത് ആ ബിൽ നമ്പർ മോസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കിടക്കുന്ന വെച്ച് ഫില്ല് ചെയ്യാതിരിക്കരുത്. അത് ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ബിൽ നമ്പർ കൊടുത്തു. ഹെഡ് ഓഫീസ് ആണ് ലൊക്കേഷൻ വരുന്നത്. ക്രെഡിറ്റ് നോട്ട് നമ്പർ കൊടുക്കാം. ക്രെഡിറ്റ് നോട്ട് നമ്പർ എത്രയാ? PN4013. ഓക്കെ, നമ്പർ കൊടുത്തു. ഇനി വെൻഡർ ക്രെഡിറ്റ് ഡേറ്റ് കൊടുക്കാം. റിട്ടേൺ അടിക്കുന്ന ഡേറ്റ് 13/5/2024. വെൻഡർ ക്രെഡിറ്റ് ഡേറ്റ് കൊടുക്കുന്നു 13/5/2024. ആദ്യം ആർക്കാണോ റിട്ടേൺ കൊടുക്കുന്നത് ആളെ സെലക്ട് ചെയ്ത് കൊടുത്തു, ബിൽ നമ്പർ കൊടുത്തു, ക്രെഡിറ്റ് നോട്ട് നമ്പർ കൊടുത്തു, വെൻഡർ ക്രെഡിറ്റ് ഡേറ്റ് കൊടുത്തു. ഇനി ഇവിടേക്ക് വരുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? എന്ത് ഐറ്റം ആണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് അത് ഓഫ്കോഴ്സ് നമ്മൾ കൊടുക്കും അല്ലെ. ആം ചെയർസ് ആൻഡ് റിക്ലൈനേഴ്സ് ആണ്. എത്രയാ? 2 ക്വാണ്ടിറ്റി ആണ് നമ്മൾ റിട്ടേൺ. 2 ക്വാണ്ടിറ്റി. റേറ്റ് ഈ ബിൽ നോക്കിയിട്ടില്ല. 22,700. 22,700. ഓക്കെ, റേറ്റും കൊടുത്തു. ഈ ഒരു ഐറ്റം 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റിട്ടേൺ അടിക്കാനായിട്ട് പോവാണ്. വെൻഡറെ സെലക്ട് ചെയ്തു, ബില്ല് നമ്പർ സെലക്ട് ചെയ്തു, ക്രെഡിറ്റ് നോട്ട് നമ്പർ കൊടുത്തു, വെൻഡർ ക്രെഡിറ്റ് ഡേറ്റ് കൊടുത്തു, ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു.
ഏകദേശം 53,808 രൂപയുടെ റിട്ടേൺ ആണ് നമ്മൾ അടിക്കുന്നത്. ഇവിടെ വേറെയാണ്. അപ്പൊ ഞാൻ നേരെ സേവ് ആസ് ഓപ്പൺ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്. കണ്ടല്ലോ, ഓപ്പൺ സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുന്നുണ്ടാവും? ഓൾറെഡി നമുക്ക് ഇവരുടെ പേരിൽ ഒരു ബില്ല് ഉണ്ട് അല്ലേ? ഓൾറെഡി ഇവരുടെ പേരിൽ നമുക്കൊരു ബില്ല് ഉണ്ട്. അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? വെൻഡർ ക്രെഡിറ്റ്സ് തന്നെ എടുക്കുക. വെൻഡർ ക്രെഡിറ്റില് അപ്ലൈ ടു ബില്ല് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിങ്ങനെ ഓപ്പൺ സ്റ്റാറ്റസ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും. കാർഡ് പർച്ചേസ് അവിടെ കിടക്കുകയും ചെയ്യും. രണ്ടായിട്ട് കിടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നേരെ അപ്ലൈ ടു ബില്ല് എടുക്കുക. എന്നിട്ട് ഈ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ റിട്ടേൺ വന്നത്, അതിന് നേരെ ആ എമൗണ്ട് കൊടുക്കുക. 53,808 എന്നുള്ള എമൗണ്ട് കൊടുക്കുക. 53,808 റിട്ടേൺ വന്നു. അത് ഇവിടെ തന്നിട്ടുണ്ട്. റിമൈനിങ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അവൈലബിൾ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മുടെ ബില്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പ്രീമിയം വുഡ് ഇൻഡസ്ട്രീസിന്റെ ബില്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4,42,618 രൂപയായിരുന്നു നമുക്ക് പേ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അതിൽ 53,808 രൂപ ക്രെഡിറ്റ്സ് അപ്ലൈ ചെയ്തു. ഇനി ബാലൻസ് എത്ര കൊടുത്താൽ മതി? 3,88,810 രൂപ പേ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് വെൻഡർ ക്രെഡിറ്റ്. പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന വെൻഡർ ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഒന്നെങ്കിൽ ബില്ലിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ തന്നെ കൈയോടെ തന്നെ ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ, പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതില് 1-2 കാര്യങ്ങൾ, അതായത് മേ ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എങ്കിലും അറിഞ്ഞിരിക്കേണ്ട 2 മൊഡ്യൂളുകളുണ്ട്. രണ്ടിന്റെ പേര് തമ്മിൽ കുഞ്ഞു മാറ്റമുള്ളൂ അല്ലെ? റിക്കറിംഗ് എക്സ്പെൻസും റിക്കറിംഗ് ബില്ലും. അപ്പൊ ഞാൻ ആദ്യം റിക്കറിംഗ് എക്സ്പെൻസ് പറയാം. അപ്പൊ നിങ്ങൾക്ക് ബില്ലിലേക്ക് കണക്ട് ചെയ്തെത്താൻ വളരെ എളുപ്പമായിരിക്കും. എക്സ്പെൻസ് ആണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാടുണ്ട്. അതായത് റിക്കറിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് ലൈഫിൽ റിപ്പീറ്റ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻസിൽ വരുന്നുണ്ട് അല്ലെ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി റെന്റ് കൊടുക്കുന്നത് എല്ലാ മാസവും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 40,000 രൂപ റെന്റ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇരുന്ന് എക്സ്പെൻസിന് റെന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം നമുക്ക് റിക്കറിംഗ് എക്സ്പെൻസ് ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫിക്സ് ആക്കി വെച്ചാല് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ആ ബില്ല് അല്ലെങ്കിൽ ആ എക്സ്പെൻസിന്റെ ഇത് ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പൊ അത് ക്രിയേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിന്റെ പേയ്മെന്റ് മാത്രം കൊടുത്തു പോയാൽ മതി. നമ്മൾ ആദ്യം മുതൽ ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ളതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് എല്ലാ മാസവും ആ ബില്ല് അവിടെ ക്രിയേറ്റ് ആവും. ജസ്റ്റ് പേയ്മെന്റ് കൊടുക്കുക, സേവ് ചെയ്യും. ഇപ്പൊ ഇൻ കേസ് നമ്മൾ മറന്നു പോയാലും എന്തെങ്കിലും ഒരു എക്സ്പെൻസ്, ന്യൂസ് പേപ്പറിന്റെ ആവട്ടെ, എന്തെങ്കിലും കുഞ്ഞു എക്സ്പെൻസ് നമ്മൾ കൊടുക്കാൻ മറന്നു പോയാൽ പോലും ഓട്ടോമാറ്റിക് നമ്മൾ റിക്കറിംഗ് എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ടല്ലേ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഓർമ്മ വരും. നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് റിക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോ റെന്റിന്റെ കേസാണ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു റെന്റൽ എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റ് അനുസരിച്ച് നമ്മളൊരു 1 year എഗ്രിമെന്റ് ആകും. പിന്നെ ഓരോ വർഷം നമ്മൾ റിന്യൂ ചെയ്തല്ലോ പോകാം. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്നത് 1 year റെന്റൽ എഗ്രിമെന്റ് കൊടുക്കും. ഓക്കെ, 1 year റെന്റൽ എഗ്രിമെന്റ്. ഓക്കെ, അപ്പൊ പേയ്മെന്റ് പോകുന്ന ഹെഡ് ഓഫീസിൽ നിന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഹെഡ് ഓഫീസ് കൊടുക്കാം. ഈ മന്ത് റെന്റ് കൊടുക്കുന്നത് നമ്മൾ എല്ലാ മാസമാണ് അല്ലെ? അപ്പൊ മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. റിപ്പീറ്റ് എവരി എന്നുള്ളത് മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റ് എവരി എന്നുള്ളത് മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെന്നാണ് ഈ ഒരു എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ നമ്മളിപ്പോ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് പഴയതിലേക്ക് പോവാം. ജൂൺ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് നോക്കാം. ഓക്കെ, 1/6/2024 സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്നാണ് എൻഡ് ചെയ്യുന്നത്? വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 2025 എന്നുള്ള ഡേറ്റ് കൊടുക്കാം. ഇനി അതെല്ലാം നെവർ എക്സ്പയർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമുക്കത് ക്ലോസ് ചെയ്ത് വിടാനായിട്ട് പറ്റും. ഞാൻ തൽക്കാലം നെവർ എക്സ്പയർ കൊടുക്കണം. ഇനി ഇവിടെയാണ് ഏത് എക്സ്പെൻസ് ആണ് സെലക്ട് ചെയ്തത്? ഏതാ? നമ്മുടെ റെന്റ് അല്ലേ? അപ്പൊ നമ്മളിവിടെ റെന്റ് എക്സ്പെൻസ് നമ്മൾ സെലക്ട് ചെയ്തത്. ആദ്യം നമ്മൾ പ്രൊഫൈലിന് ഒരു നെയിം കൊടുത്തു. നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ ഒരു നെയിം കൊടുത്തു, ലൊക്കേഷൻ കൊടുത്തു, ഏത് മാസം റിപ്പീറ്റ് ചെയ്യണോ, അത് ആഴ്ചക്ക് വേണോ, 2 മാസം കൂടുമ്പോൾ എങ്ങനെയാണ് അത് കൊടുത്തു, സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, എക്സ്പെൻസിന്റെ അക്കൗണ്ട് കൊടുത്തു.
റെന്റ് എക്സ്പെൻസും ഉണ്ട്. ഇനി എമൗണ്ട് കൊടുക്കുക എത്രയാണ്? 40,000 രൂപയാണ് നമ്മൾ മാസം റെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് എമൗണ്ട് 40,000 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. പേയ്മെന്റ് എല്ലാ മാസവും നമുക്ക് പോകുന്നത് ബാങ്ക് വഴിയാണ്. അപ്പൊ ഞാനവിടെ SBIയുടെ ബാങ്കും സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി നമ്മൾ എക്സ്പെൻസ് കണ്ടതുപോലെ തന്നെ GST ട്രീറ്റ്മെന്റ് തൽക്കാലം നമുക്ക് ഔട്ട് ഓഫ് സ്കോപ്പ് തന്നെ കൊടുക്കാം. ഇത്രേ ഉള്ളൂ. എക്സ്പെൻസിൽ അടിച്ചത് എക്സ്ട്രാ വന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് അല്ലെ. പ്രൊഫൈൽ നെയിം, റിപ്പീറ്റ് എവരിങ്, ആ 2 കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ എക്സ്പെൻസ് ലെഡ്ജർ ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇതുപോലെ ബില്ല് വരും. അപ്പൊ ഞാൻ 1/4/2024 കൊടുത്തത്. പക്ഷെ ഇപ്പം കറണ്ട് ഡേറ്റ് വെച്ചിട്ടാണ് വരിക കേട്ടോ. 1/7/2026 നെക്സ്റ്റ് എക്സ്പെൻസ് ബില്ല് കറണ്ട് ഡേറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് പാസ്റ്റ് ഡേറ്റ് ഇട്ട് ചെയ്യാൻ അത്ര പോസിബിൾ അല്ല. കറണ്ട് ഡേറ്റ് ഇട്ട് ചെയ്തു പോകുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ അടുത്ത ബില്ല് എന്ത് വരും? 1/7/2026 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, 1/7/2026 നമ്മൾ പേയ്മെന്റ് കൊടുക്കും. അങ്ങനെ എല്ലാ പേയ്മെന്റ്സും കൊടുത്തു പോവാം. ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മോറിലേക്ക് വന്നു. നമ്മളിപ്പം 1 വർഷമല്ല കൊടുത്തിരിക്കുന്നത് അല്ലെ, കുറെ കാലത്തേക്ക് ഇങ്ങനെ ആക്റ്റീവ് ആക്കിയിട്ടിരിക്കുകയാണ്. നെവർ എൻഡ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആക്കിയിട്ടിരിക്കുകയാണ്. ഒരു 2 വർഷം നമ്മൾ താമസിച്ചത് നമ്മൾ ബിൽഡിംഗ് മാറാണ്. അപ്പൊ നമുക്ക് ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? മോറിലേക്ക് വന്ന് സ്റ്റോപ്പ് കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യില്ല, ഈ ഒരു റെക്കറിംഗ് എക്സ്പെൻസ് അവിടെ ക്രിയേറ്റ് ആവില്ല. ഓക്കെ, ഇനി അതവിടെ ക്രിയേറ്റ് ആവില്ല, അതവിടെ സ്റ്റോപ്പ് ആണ്. റെസ്യൂം കൊടുത്താൽ വീണ്ടും നമുക്ക് അത് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് റെക്കറിംഗ് എക്സ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ കേസ് സ്റ്റഡിയിൽ ചെയ്യുക എന്നുള്ള പോസിബിൾ അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കറക്റ്റ് പീരീഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേസ് സ്റ്റഡി പറയുന്ന 3 ആഴ്ചയും കൊണ്ട് ചെയ്ത് മൊത്തം തീർത്ത് പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വെറുതെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ. റെഗുലേറ്റേഴ്സ് ചെയ്യാനായിട്ട് നിൽക്കണ്ട കേട്ടോ. ക്ലിയർ ആണോ? റെക്കറിംഗ് എക്സ്പെൻസ് ക്ലിയർ ആയോ? ഞാൻ കേസ് സ്റ്റഡി ചെയ്യണ്ട എന്ന് പറയാൻ കാരണം ഞാനിവിടെ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ബില്ലിന് ഓപ്പൺ ആവുന്ന 1/7/2026. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു കമ്പനി ഒക്കെ എക്സ്പയർ ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് റെക്കറിംഗ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ജസ്റ്റ് റിയൽ ലൈഫിൽ നമുക്കത് യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു പുതിയ കമ്പനി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പൊ എന്തായിരിക്കും റെക്കറിംഗ് ബില്ല് എന്ന് പറഞ്ഞാല്? റെക്കറിംഗ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ. നമ്മളിപ്പം പർച്ചേസ് ചെയ്യാണ്. നമ്മളൊരു പർച്ചേസ് ചെയ്തു, ഒരു വെണ്ടറുമായിട്ട് നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്യാം. നമ്മൾ ആ വെണ്ടറുടെ കയ്യിൽ നിന്ന് എല്ലാ 2 മാസം കൂടുമ്പോഴും നമ്മൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ഫോം ചെയ്തു 1 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെക്കറിംഗ് ബിൽസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റ് റെക്കറിംഗ് ബിൽസ് കൊടുക്കുക. ഏത് വെണ്ടറുമായിട്ടാണ് നമ്മൾ കോൺട്രാക്ട് ഫോം ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു പ്രൊഫൈൽ നെയിം കൊടുക്കുക. ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രൊഫൈൽ നെയിം എന്താ നമ്മൾ നേരത്തെ കൊടുത്തത്? ഒരു 1 ഇയർ പർച്ചേസ് കോൺട്രാക്ട്. 1 വർഷത്തേക്ക് നമ്മൾ പർച്ചേസ് കോൺട്രാക്ട് ഫോം ചെയ്യും. എത്ര മാസം കൂടുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ എല്ലാം 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൊടുത്തു റിപ്പീറ്റ് എവരി എന്നത് 2 months കൊടുത്തു. സ്റ്റാർട്ട് ഓൺ കറണ്ട് ഡേറ്റ് വെച്ച് ചെയ്യാണ്. ഇന്നത്തെ ഡേറ്റ് കൊടുത്തു. പേയ്മെന്റ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. 15 ദിവസത്തിലാണ്. ഇതില് ആംചേസ് ഒരു 10 എണ്ണം എല്ലാ മാസവും നമ്മൾ അവരുടെ നിന്ന് വാങ്ങും. 22,800 രൂപ. 22,800 രൂപയുടെ ആംചേസ് നമ്മൾ എല്ലാ മാസവും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഏകദേശം 2,69,040 രൂപയുടെ ബില്ലാണ് വരിക. കഴിഞ്ഞു. എന്തായി ആദ്യം ചെയ്യാം? വെണ്ടറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്രൊഫൈൽ നെയിം കൊടുക്കുക. എപ്പോഴൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അത് കൊടുക്കുക. സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക. എൻഡ് ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം. നെവർ എക്സ്പയർ കൊടുക്കുക. ദെൻ ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുക്കുക. റേറ്റ് കൊടുക്കുക. ഇതെന്ത് സേവ് ചെയ്യും. കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോ ഇവിടെ ആക്റ്റീവ് ആണ്. നെക്സ്റ്റ് ബില്ല് എപ്പോഴാ വരിക? 2 മാസം കഴിഞ്ഞിട്ട്, അതായത് 18/8/2026 ഓഗസ്റ്റ് 18-ാം തീയതിയാണ് വരിക. ദെൻ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ബില്ല് കാണണമെങ്കിൽ ഇതെവിടെ വന്നാൽ നമുക്ക് ബില്ല് കാണാനായിട്ട് പറ്റും. ബില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ വിസിബിൾ ആണ്. മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇതാണ് റെക്കറിംഗ് ബിൽസ്. ഇത് രണ്ടും നിങ്ങൾക്ക് കേസ് സ്റ്റഡി ചെയ്യാനായിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേസ് സ്റ്റഡിക്കകത്ത് വരുന്നു. മനസ്സിലായോ? റെക്കറിംഗ് ബില്ലും റെക്കറിംഗ് എക്സ്പെൻസും.
ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് കേസ് സ്റ്റഡിയിൽ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വെൻഡറെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നിങ്ങൾ വെൻഡറെ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ഷെയർ ചെയ്താണ്, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, വെൻഡറെ ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണം, അതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. വെൻഡറെ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. വെൻഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് അടുത്തിലേക്ക് വരാം, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരിക. ഇതിൽ ഡേ 3യും ഡേ 4ഉം ചെയ്യണം. ഓക്കെ, ഡേ 3 ആൻഡ് ഡേ 4 ഈ 2 ദിവസത്തെയും കൂടെ ചെയ്ത് തീർക്കാം. കുറച്ച് ദിവസം ഉണ്ടല്ലോ, ഇന്നിപ്പോ വ്യാഴം, കുറച്ച് ദിവസം ഉണ്ട്, 3-4 ദിവസം കിട്ടുന്നുണ്ട്. അപ്പം ചൊവ്വാഴ്ചത്തേക്ക് വരുമ്പോൾ ഈ 2 ദിവസത്തേത് ചെയ്തിരുന്നു. അധികമൊന്നുമില്ല, കുറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല, കുറച്ച് ട്രാൻസാക്ഷൻസ് വരുന്നു. വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് ഞാൻ മനസ്സിലാക്കാം. ഡേ 3യില് ഏകദേശം ഇത്രയേ ഉള്ളൂ, ഒരു 6 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 7 ട്രാൻസാക്ഷൻസേ ഉള്ളൂ. ഡേ 4ലാണ് പിന്നെയും കുറച്ചുകൂടി ട്രാൻസാക്ഷൻസ് വരും. അതെല്ലാം സിമ്പിൾ ആണ്, ഈ പറഞ്ഞ പോലെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സിമ്പിൾ ട്രാൻസാക്ഷൻസ് ആണ്. അതുകൂടി ഒന്ന് ചെയ്തിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അറ്റൻഡൻസും കൂടി എടുത്തിട്ട് മീറ്റ് കണ്ടിന്യൂ ലീവ് ചെയ്യാം. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ദിവസത്തേക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് മീറ്റ് തന്നെ ഇത് ചോദിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ആകുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ അപ്പൊ പറ്റത്തില്ലെങ്കിൽ ഓൺ സ്പോട്ടിൽ മെസ്സേജ് ഇട്ടോളൂ. എന്നിട്ട് ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നൈറ്റിലായിരിക്കാം, എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച് മെസ്സേജ് ഇടുക. കാണുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അറ്റൻഡൻസും കൂടി എടുക്കുന്നുണ്ട്. ചിലക്കാലം ഞാനൊന്ന് റെക്കോർഡിങ്സ് സ്റ്റോപ്പ് ചെയ്യണേ.